Whosoever delighted in solitude is either a wild beast or a god. ആനിയമ്മയ്ക്ക് ബീസ്റ്റോ ഗോഡോ ആവാൻ ഉദ്ദേശമില്ലായിരുന്നു. 35 വർഷത്തെ ശീലങ്ങൾ മാറ്റാൻ പക്ഷേ സമയം വേണം. പരിചയമുള്ളവരെല്ലാം ആനിയമ്മയെ ഓർത്ത് സങ്കടപ്പെട്ടു. സാറും ആനിയമ്മയും അങ്ങനെ കഴിഞ്ഞതാണല്ലോ. സാറിൻ്റെ കൂടെയില്ലാതെ ആനിയമ്മ ഞായറാഴ്ച പള്ളിയിലോട്ട് പോലും ഇറങ്ങാറില്ല. കല്യാണങ്ങൾക്കും വീട് കയറിക്കൂടലുകൾക്കും കടയുദ്ഘാടനത്തിനും മരിപ്പിനും മാമോദീസയ്ക്കും അവർ ഒരുമിച്ചേ പോകാറുള്ളൂ. ഇണക്കുരുവികൾ എന്നാണ് മക്കളും നാട്ടുകാരും അവരെക്കുറിച്ച് പറഞ്ഞിരുന്നത്. സാറിന് എന്തിനും ഏതിനും ആനി വേണം. ആനി, ആനിയമ്മേ, എടി പെണ്ണുമ്പുള്ളേ എന്നൊക്കെ നേരവും സ്വഭാവവും പോലെ സാറ് മാറി മാറി വിളിക്കും. കാലത്തെ കട്ടൻ കാപ്പി മുതൽ രാത്രി ഉറങ്ങാൻ നേരം കാലിലിടുന്ന സോക്സ് വരെ ആനിയമ്മയുടെ കൈയെത്തണം. ഈ 35 വർഷത്തിനിടയിൽ 3 പെറ്റപ്പോഴല്ലാതെ സ്വന്തം വീട്ടിൽ പോലും ഒരു രാത്രിയിൽ കൂടുതൽ അവർ നിന്നിട്ടില്ല. അങ്ങനെ ഒട്ടി നടന്നിട്ട് ഒരാളങ്ങ് പോയി കഴിഞ്ഞപ്പോൾ മറ്റേയാൾക്കുണ്ടാവുന്ന ശൂന്യത എത്രയായിരിക്കും. പിന്നെ ഒരു കണക്കിന് സാർ ആദ്യം പോയതും നന്നായി. ആനിയമ്മ എങ്ങാനും ആദ്യമേ മരിച്ചിരുന്നേൽ ജേക്കബ് സാറ് പിന്നെ എങ്ങനെ ജീവിക്കുമെന്നാണ്. സാറിൻ്റെ തഞ്ചത്തിനും താളത്തിനും നിൽക്കാൻ ആനിയമ്മയ്ക്കല്ലാതെ ഭൂലോകത്തൊരു സ്ത്രീക്കും പറ്റുകയില്ല.